ഇന്ന് ജാനുവരി 1 2025 ഒരു പുതിയ വർഷമാണ്. അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുകയാണ് ഞാൻ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പുതിയ വർഷമാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ പുതുവർഷത്തിൽ എന്തൊക്കെ ചില മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ചില ചേഞ്ചസ് കൊണ്ടുവന്ന് നമ്മുടെ ലൈഫ് എങ്ങനെ കുറച്ചുകൂടെ നല്ല ഹാപ്പി ആക്കാം, അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് ആക്കാം, നമുക്ക് എടുക്കേണ്ട കുറച്ച് തീരുമാനങ്ങൾ, കുറച്ച് ഉറച്ച തീരുമാനങ്ങൾ അതെന്തൊക്കെയാണ് എന്നാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആദ്യം ന്യൂ ഇയറിൻ്റെ ചരിത്രം എന്താണെന്നൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ചരിത്രം എന്താണ്, മനുഷ്യർ കൂട്ടമായി ജീവിച്ചിരുന്ന കാലം തൊട്ടേ ന്യൂ ഇയർ ആഘോഷിക്കപ്പെടുന്നു എന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ പുരാതന ബാബിലോണിയയിൽ ഏകദേശം 4000 വർഷം മുമ്പ് അവിടെ ആൾക്കാർ ന്യൂ ഇയർ ആഘോഷിച്ച് തുടങ്ങിയിരുന്നു, അല്ലെങ്കിൽ അന്ന് തൊട്ടേ ന്യൂ ഇയർ ആഘോഷങ്ങൾ ഉണ്ട്. അപ്പം 4000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 2000 വർഷം മുമ്പ് തന്നെ അവർ ന്യൂ ഇയർ ആഘോഷിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അന്ന് ഇന്നത്തെ പോലെ ജാനുവരി 1 അല്ലായിരുന്നു, മാർച്ച് 23 അവരെന്താണ് ന്യൂ ഇയർ ആഘോഷിച്ചിരുന്നത്. അതായത് മാർച്ച് 23 എന്ന് പറയുമ്പോൾ രാത്രിയും പകലും ഒരുപോലെ വരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അന്നത്തെ ദിവസമാണ് അവർ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. പക്ഷേ അതിനുശേഷം ജൂലിയസ് സീസറാണ് ആദ്യമായിട്ട് ജാനുവരി 1 ന്യൂ ഇയർ ആയി ആഘോഷിക്കണമെന്ന് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതിനൊരു കാരണമുണ്ട്. റോമാക്കാരുടെ വിശ്വാസം അനുസരിച്ച് ജാനസ് എന്നൊരു ദേവൻ അവർക്കുണ്ട്, അവർ വിശ്വസിക്കുന്ന. അപ്പോൾ ആ ജാനസ് ദേവൻ എന്ന് പറയുന്നത് ആരംഭങ്ങളുടെ ദേവനാണ്. അപ്പോൾ ഈ ദേവന് 2 മുഖങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഭൂതകാലത്തിലേക്ക് നോക്കുന്നതും ഒന്ന് ഭാവി കാണുന്നതിന് വേണ്ടിയിട്ടുമായിരുന്നു. അങ്ങനെ 2 മുഖങ്ങളുള്ള ഒരു ദേവനായിരുന്നു ജാനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂതകാലത്തെ തെറ്റുകളിൽ നിന്ന് അനുഭവ പാഠങ്ങളൊക്കെ പഠിച്ച് അല്ലെങ്കിൽ അവ ഉൾക്കൊണ്ട് അതൊക്കെ തിരുത്തി ഭാവി കാലത്തിലേക്ക് പ്രത്യാശയിലേക്ക് നോക്കി കാണുന്നതിനുള്ളൊരു സന്ദേശമാണ് ജാനസ് ദേവൻ എന്ന് പറയുന്നത് റോമാക്കാർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് ആ ഒരു സന്ദേശമാണ് ഈ ദേവൻ നൽകുന്നതെന്നായിരുന്നു അവരുടെ വിശ്വാസം. അല്ലെങ്കിൽ ജൂലിയസ് സീസറിന് അത് അറിയാമായിരുന്നു. ജാനുവരി എന്ന മാസത്തിന്റെ പേര് തന്നെ ജാനസ് എന്ന ദേവന്റെ പേരിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അങ്ങനെയാണ് ജാനുവരി 1 തന്നെ ആയിരിക്കണം ന്യൂ ഇയർ ആയി ആഘോഷിക്കുന്നതിന് ആ ദിവസം തന്നെ തിരഞ്ഞെടുക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അതിനുശേഷം ഗ്രിഗറി 13 ഇന്നത്തെ ഗ്രിഗോറിയൻ കലണ്ടർ രൂപീകരിച്ചത്. അപ്പോൾ ഗ്രിഗോറിയൻ കലണ്ടറാണ് പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ കലണ്ടറുകളുടെയും ഇന്നത്തെ ഒരു കലണ്ടറുകളുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഫോളോ ചെയ്യുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. 1582 ഈ കലണ്ടർ രൂപീകരിക്കപ്പെട്ടത്. അതിനുശേഷമാണ് ഏകദേശം എല്ലാ ആൾക്കാരും ജാനുവരി 1 ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് എന്നാണ് അതിൻ്റെ പിന്നിലുള്ളൊരു കഥ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ ഇയർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അത് ഒരു ആഘോഷങ്ങളാണ്. പക്ഷെ അത് എങ്ങനെയുള്ള ആഘോഷങ്ങളാണ്? കൂട്ടായ്മയുടെ ആഘോഷങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യനെന്ന് പറയുന്നത് ഫാമിലി ആയാലും അല്ലെങ്കിൽ സൊസൈറ്റി ആയാലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയാലും അവരൊരു ഗ്രൂപ്പിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ഡെയിലി ലൈഫിൽ ആൾക്കാരുടെ ഇടപെടുന്നതിൽ അല്ലെങ്കിൽ ഫാമിലിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻസ് ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തി നമുക്ക് ന്യൂ ഇയർ വളരെ ഭംഗി അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി നമുക്കൊരു പുതിയ വർഷം ഓരോ ദിവസവും നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി പോസിറ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഈ ന്യൂ ഇയറിൻ്റെ ചരിത്രത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ക്ഷമിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക, നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ്. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ പല കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിച്ചവരായിരിക്കും, അല്ലെങ്കിൽ നമ്മളോട് മോശമായി പെരുമാറിയിട്ടുണ്ടാവും. പക്ഷേ അവരൊക്കെ തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിൽ അവരോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു സങ്കടം ഇങ്ങനെ കിടക്കും. പക്ഷെ ആ വിഷമങ്ങളും അല്ലെങ്കിൽ ആ സങ്കടവും കാരണം നമ്മുടെ മനസ്സിലുള്ളിൽ നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ ഒരു ടോക്സിക് ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു നല്ലൊരു വർഷം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരോട് ക്ഷമിക്കാം, അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കിനി അങ്ങനെ ഓർക്കണ്ട, നമ്മളതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് അവരോട് ക്ഷമിച്ച് വളരെ സ്നേഹത്തോടെ തന്നെ അവരെ പറ്റി നമുക്ക് ഓർക്കാം. അപ്പോൾ ഈ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ
നമുക്കൊരു അവസരമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ലൈഫിൽ നമ്മുടെ പാരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത പല ആൾക്കാരും കാണും. അപ്പോൾ അവരോടൊക്കെയുള്ള നന്ദി നമുക്ക്, അല്ലെങ്കിൽ ഈശ്വരനോട് ഇത്രയും സന്തോഷത്തോടെ അല്ലെങ്കിൽ ഇത്രയും ആരോഗ്യത്തോടെ എനിക്ക് വീണ്ടും ഒരു പുതിയ വർഷം എനിക്ക് ജീവിക്കാൻ തന്നല്ലോ എന്നുള്ള ആ ഒരു നന്ദി നമുക്ക് ദൈവത്തോട്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനോട് എന്താണ് നമുക്ക് അത് ആ ഒരു നന്ദി അറിയിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ ക്ഷമിക്കുക അല്ലെങ്കിൽ നന്ദിയുള്ളവരാവുക എന്നുള്ളത്. രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും വിചാരിക്കുകയായിരിക്കും എന്താണ്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമുക്കത് എങ്ങനെ ചിന്തിക്കാം? നമുക്ക് വളരെ സന്തോഷത്തോടെ നമുക്ക് ഓടിച്ചാടി നടക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ആൾക്കാരെ കാണാൻ പറ്റുന്നു, പ്രകൃതിയെ കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നു. പിന്നെ നമുക്ക് എണീറ്റ് നടക്കാനുള്ള ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ വെള്ളം വേണം, ആ സമയത്ത് ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം ഒഴിച്ച് കുടിക്കാനുള്ള ആ ഒരു ഓർമ്മ നമുക്കുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അവർ വെള്ളം കുടിക്കാൻ പോലും മറന്നു പോകുന്ന ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കഷ്ടത്തിലൊന്നും അല്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുമ്പോഴാണ് മനുഷ്യൻ സങ്കടങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് എന്നുള്ളതൊന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സങ്കടപ്പെട്ടാണ് ജീവിക്കുന്നത്, എനിക്ക് ദൈവം സങ്കടങ്ങൾ മാത്രമേ തരുള്ളൂ, ഇങ്ങനെയുള്ള പരിഭവങ്ങളും സങ്കടങ്ങളൊക്കെ നമ്മളും പലരോടും പറയാറുണ്ട്. പക്ഷെ ആ സമയത്ത് ഒന്ന് ചിന്തിക്കുക, നമ്മുടെ വീട്ടിലെ കുഞ്ഞ് അവൻ നല്ല മിടുക്കനായിട്ട് ഓടിച്ചാടി സ്കൂളിലൊക്കെ പോവുകയാണ്, അല്ലെങ്കിൽ കളിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് പറയും? അവൻ മടിയനാണ്, അവൻ ഒന്നും പഠിക്കുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ അവന് മാർക്ക് കുറവാണ്, ഇപ്പോൾ ക്ലാസ്സിലെ ടെസ്റ്റ് ഇട്ടു 6 or 7 മാർക്ക് അവന് കുറവാണ്, ഇങ്ങനെ നമ്മൾ പരിഭവം കാണിക്കും. പക്ഷേ അതേ കുഞ്ഞിന് പനിയാണ്, അവന് തീരെ വയ്യ, അല്ലെങ്കിൽ നല്ല ശ്വാസം മുട്ടലാണ്, രാത്രി അവന് ഉറങ്ങാൻ പറ്റുന്നില്ല, അവനോടൊപ്പം നമ്മളും രാത്രി മുഴുവൻ എണീറ്റിരുന്ന് നേരം വെളുപ്പിക്കുകയാണ്. അപ്പം നമ്മൾ എന്താവും ചിന്തിക്കുക? കുഞ്ഞിന് മാർക്ക് കുറഞ്ഞതോ അവൻ സ്കൂളിൽ പോകുന്നില്ല എന്നുള്ളതോ ഒന്നുമല്ല. അപ്പോഴും നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? അവന് അസുഖമൊക്കെ മാറി അവൻ ഒന്ന് മിടുക്കനായിട്ട് കൂടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ നമ്മളോടൊപ്പം എല്ലായിടത്തും ഓടിച്ചാടി വന്നാൽ മതി എന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഓരോ അവസരങ്ങളാണ് നമ്മളെ ഇതുപോലെ കണ്ടീഷൻഡ് ആക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോഴാണ് നമ്മളെ ജീവിതത്തിൽ ഒരു സങ്കടങ്ങളും അല്ല. എപ്പോഴും നമ്മുടെ ഒരു പുസ്തകത്തിൽ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ മറക്കാൻ നമ്മളെക്കാൾ സങ്കടമുള്ളവരുടെ കഥകൾ കേൾക്കുക, അതാണ് ഏറ്റവും നല്ല മാർഗം എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അത് ഓർത്ത് തന്നെയാണ് ഞാനിത് പറഞ്ഞത്. നമ്മളെപ്പോഴും മാക്സിമം നമ്മൾ ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്ത 5ാമത്തെ പോയിന്റ്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതൊന്ന് എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് ഓർത്തെടുക്കുക. ഏറ്റവും കുറഞ്ഞത് 3 കാര്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഒരു ദിവസം സംഭവിച്ചെങ്കിൽ നമ്മളത് എഴുതി വെക്കുക. അത് ഇപ്പോൾ നിങ്ങളിപ്പോൾ പറയണ എൻ്റെ ജീവിതത്തിൽ ഇന്നും നല്ല ഒരു കാര്യങ്ങളും സംഭവിച്ചില്ല എങ്കിൽ നിങ്ങൾ എഴുതുക, എനിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. പലപ്പോഴും പറയേണ്ട കാര്യങ്ങൾ പോലും എക്സ്പ്രസ് ചെയ്യാതെ അല്ലെങ്കിൽ സംസാരിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മുടെ ചുറ്റുപാടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇനി 6th പോയിന്റ്, നമുക്ക് എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ദുശീലങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കള്ള് കുടിക്കുക, സിഗരറ്റ് വലിക്കുക, ഇത് മാത്രമല്ല, ഒരു ആവശ്യമില്ലാതെ എപ്പോഴും ധാരാളം ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ സ്നാക്സ് കഴിക്കുക, അതല്ലെങ്കിൽ ഒരുപാട് കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ദുശീലങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഈ സമയത്ത് ന്യൂ ഇയർ ആണ്, നമുക്കിതിൽ എന്തെങ്കിലും ഒരു ശീലം അതിരാവിലെ എണീക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിൻ്റെ ടൈം കുറയ്ക്കാം, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ദുശീലം ഒഴിവാക്കും എന്ന് നിങ്ങൾ മനസ്സിലൊന്ന് തീരുമാനിക്കുക. എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഒരെണ്ണം, ഈ വർഷം ഒരു ശീലം മാറ്റിയാൽ മതി, അടുത്ത വർഷം അടുത്ത ശീലം മാറ്റാം. അങ്ങനെ നമുക്ക് ഒരു തീരുമാനം എടുക്കാം.
പിന്നെ 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഉള്ളിലൊക്കെ കുറേ ഈഗോ ഉണ്ട്, അല്ലെങ്കിൽ പലരുടെയും ഉള്ളിൽ എന്താണ്, ഞാൻ എന്തോ വലിയ ആളാണ്, ഞാൻ എന്താണ് മറ്റുള്ളവരെ പോലെ അല്ല എന്നൊരു ഈഗോ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാതെ, അത് നമ്മുടെ ഉള്ളിലുള്ള ഈഗോ കൊണ്ടാണ്, അവർ കാരണമാണ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ബോസ് കാരണമാണ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, ഇങ്ങനെ നമ്മൾ പലരെയും ബ്ലെയിം ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള, ആരും അത്ര വലിയ സംഭവമൊന്നും അല്ല, എല്ലാവരും എന്താണ് ഒരുപോലെയാണ്, എല്ലാവരും ഈക്വലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഈഗോ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്താണ്, നമ്മളതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ സാധാരണ ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ ഒന്ന് പെരുമാറി നോക്കുക. അത് എന്ത് രസമുള്ള കാര്യമായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇനി 8th പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ചെറിയ ദൂരങ്ങളാണെങ്കിൽ നമുക്ക് നടന്ന് തന്നെ പോവാം. ഇപ്പം ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോകണം, ഒരു 500 മീറ്റർ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, കാറോ 2 വീലറോ എടുത്തേ പോവുള്ളൂ. നമ്മൾ അവിടെ നടക്കാൻ നമുക്കൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ദൂരങ്ങളാണെങ്കിൽ പോലും എന്താണ്, ഞാൻ നടന്നേ പോകുള്ളൂ എന്നൊരു തീരുമാനം നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിനെ കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആക്കി വയ്ക്കും. ഇനി 9th പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് ലവ് എന്നൊരു കാര്യം വേണം. അതായത് ഞാൻ ആദ്യം എന്നെ ഇഷ്ടപ്പെടുക, എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുക, എൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ചിന്തിച്ച് നോക്കുക, അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് എനിക്ക് വേണ്ടി, ഞാൻ എന്നെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നല്ലതാവാൻ വേണ്ടി, കുറച്ചുകൂടെ എനർജി വരാൻ വേണ്ടി, കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി അവരവർക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് നമ്മളോട് തന്നെ എന്താണ് കുറച്ച് സ്നേഹം കാണിക്കുക. നമ്മളെ ആദ്യം ഇഷ്ടപ്പെടുക, എങ്കിലേ മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റത്തുള്ളൂ. ഇനി 10th പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നമ്മുടെ റിലേഷൻസ്, അല്ലെങ്കിൽ എപ്പോഴും ബിസിയാണ്, ജോലിയാണ്, തിരക്കാണ്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്, നമുക്ക് അവരെ ഒന്നും കാണാൻ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മുടെ ഒരു മെൻറ്റർ പോലത്തെ ഒരാൾ, അല്ലെങ്കിൽ അദ്ദേഹം കുറച്ച് ദൂരെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ന്യൂ ഇയർ ആണ്, അപ്പം നമുക്കൊരു ന്യൂ ഇയർ വിഷ് ചെയ്യാനോ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ വിളിച്ച് വളരെ സന്തോഷത്തോടുകൂടി സംസാരിക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻസ് വളരെ ആക്റ്റീവാക്കി വയ്ക്കാം. അത് നമുക്കും അവരോടൊപ്പം തന്നെ നമുക്കും അതൊരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ന്യൂ ഇയർ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല, വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഇതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു മാറ്റം, ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ വരുന്ന ആ ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്നാലേ ഇതുപോലുള്ള ടോപ്പിക്കുമായിട്ട് ഇനി ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.